ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ചാൽ നമുക്കൊരുക്കിടും അവനധികം കൃപയരുളിയിടുമേ, ബലമണിക്കുമേ, മധുരമായി മാറ്റിയിടുമേ. ഹല്ലേലൂയ. എല്ലാവരും ഈ പ്രഭാതത്തിൽ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം നമ്മൾ വായിക്കുന്ന പോലെ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. 2 ദിനവൃത്താന്തം 3:1 പറയുന്നു, അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ച സ്ഥലത്ത് തന്നെയാണ് ദാവീദ് ഓർന്നാൻ്റെ കളം മേടിച്ച് യാഗം കഴിച്ചത്. അതേ സ്ഥലത്ത് തന്നെയാണ് ശലോമോൻ ദേവാലയം പണിത്. ലോകത്തിലെ ഏറ്റവും വലിയ ദേവാലയം പണിത് അവിടെയാണ്. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കാൻ പോയപ്പോൾ 3 ദിവസത്തെ വഴിദൂരം ചെന്നാണ് അബ്രഹാം യാഗം കഴിച്ചത്. അബ്രഹാമിൻ്റെ വീടിന് മുന്നിൽ യാഗപീഠമുണ്ടായിരുന്നു. യാഗപീഠം ഉള്ളതുകൊണ്ടാണ് അത് അബ്രഹാമിൻ്റെ വീടാണെന്ന് തിരിച്ചറിഞ്ഞത്. എന്നിരുന്നാലും ദൈവം പറഞ്ഞ നിയോഗത്താൽ, ദൈവത്തിൽ നിന്ന് ലഭിച്ച നിയോഗത്താൽ അദ്ദേഹം തൻ്റെ കൂടാരത്തിൽ നിന്ന് 3 ദിവസത്തെ വഴിദൂരം ചെന്ന് മോറിയാമലയിൽ കയറി തൻ്റെ മകനുമായിട്ട് യാഗം കഴിക്കാൻ പോവുകയാണ്. അന്ന് അബ്രഹാമിന് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ദൈവം എന്നെ ഇത്രയും ദൂരത്തേക്ക് യാഗം കഴിക്കാൻ വിടുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, അന്ന് അബ്രഹാമിന് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര ദൂരെ പോയി യാഗം കഴിക്കേണ്ടതെന്ന്. പക്ഷേ പിന്നീട് നമുക്ക് ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചത് തന്നെയാണ് ദൈവം അത് പ്രൂഫ് ചെയ്തു. ആ സ്ഥലത്താണ് ദാവീദ് ഓർന്നാൻ്റെ കളം എന്ന് പറഞ്ഞ സ്ഥലം. ഓർന്നാൻ്റെ കളം മേടിച്ച് ദാവീദ് എന്ത് ചെയ്തു? ഒരു അനുസരണക്കേടിൻ്റെ പ്രായശ്ചിത്തം എന്നവണ്ണം യാഗം കഴിക്കുകയും അതിനുശേഷം യാഗം കഴിച്ച് ആ യാഗത്തിന് ശേഷം ദൈവത്തിൻ്റെ കോപം മാറിപ്പോയി. അതിനുശേഷം അതേ സ്ഥലത്ത് തന്നെയാണ് ശലോമോൻ രാജാവ് ലോകത്തിലെ ഏറ്റവും വലിയ ദേവാലയം പെടുന്നത്. അന്ന് അബ്രഹാമിന് മനസ്സിലായില്ല താൻ എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധിയിൽ, അല്ലെങ്കിൽ താൻ എന്തുകൊണ്ടാണ് ഇത്ര ദൂരം യാത്ര ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾ, ഇന്ന് നമ്മൾ കടന്നു പോകുന്ന വൈതരണികളിലൊക്കെ ഇന്ന് നമുക്ക് മനസ്സിലാകത്തില്ല എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ whatever that happened in our life, that was not an accident. Everything is preordained and predestined by God. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും ദൈവം അറിയാതെ, ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം.